നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് റൈസ് ടു ഫീഡ് അല്ലെങ്കിൽ മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ട് ഒരു രോഗിക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഏതൊക്കെ രോഗികൾക്കാണ് ഇങ്ങനെ ഫീഡ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അബോധാവസ്ഥയുള്ള രോഗികൾ, അർദ്ധാബോധാവസ്ഥയുള്ള രോഗികൾ, സ്ട്രോക്ക് വന്ന രോഗികൾ, റോഡപകടം തലയ്ക്ക് ഇഞ്ചുറികൾ അതായത് ക്ഷതങ്ങൾ പറ്റിയ രോഗികൾ, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന രോഗികൾ, അതുപോലെ തന്നെ വായിൽ സർജറികൾ ചെയ്ത രോഗികൾ, ഇവർക്കെല്ലാമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഫീഡ് കൊടുക്കേണ്ടത്. കാരണം ഇവർക്ക് വായിൽ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മൂക്കിയുടെ ട്യൂബ് ഇട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. എങ്ങനെയുള്ള ആഹാരമാണ് ഇത്തരം രോഗികൾക്ക് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സമീകൃത ആഹാരമാണ് ഇങ്ങനെയുള്ള രോഗികൾക്ക് കൊടുക്കേണ്ടത്. സമീകൃത ആഹാരവും നല്ലൊരു പരിചരണവും കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള രോഗികൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് സമീകൃത ആഹാരം? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങളാണ് സമീകൃത ആഹാരം എന്ന് നമ്മൾ പറയുന്നത്. അതായത് പ്രോട്ടീൻ, അന്നജം, ധാതുക്കൾ, വിറ്റാമിൻ, ഫൈബേഴ്സ് ഇവ ധാരാളം അടങ്ങിയ ഭക്ഷണമാണ് സമീകൃത ആഹാരം. പാൽ കൊടുക്കാം, പാൽ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കാം, പഴച്ചാറുകൾ കൊടുക്കാം, വെജിറ്റബിൾ സൂപ്പുകൾ കൊടുക്കാം, കഞ്ഞി, കടല, പയർ, ധാന്യങ്ങൾ അതായത് പഞ്ഞപ്പുല്ല്, ബാർലി, ഓട്സ് ഇവയെല്ലാം നമ്മൾ പൊടിച്ച് അവ കുറുക്കി അരിച്ചതിന് ശേഷം നല്ല ലൂസായതിനു ശേഷം മാത്രമേ ട്യൂബിലൂടെ കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ പാലും മുട്ടയും അടിച്ചു കൊടുക്കുന്ന നല്ലൊരു സമീകൃത ആഹാരമാണ്. അതുപോലെ കഞ്ഞി നമ്മൾ കൊടുക്കുമ്പോൾ അതിനകത്ത് സ്വല്പം ഉപ്പ് ആഡ് ചെയ്യേണ്ട ചിന്താപേക്ഷിതമാണ്. കഫക്കെട്ടുള്ള രോഗികൾക്ക് കഴിയുന്നതും പാല് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ആഹാരം പാകം ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഫീഡ് കൊടുക്കുന്ന ഒരു പേഷ്യന്റിന് ആഹാരം പാകം ചെയ്യുന്നതിന് മുമ്പും ശേഷവും കൈകൾ നന്നായി സോപ്പിട്ട് കഴുകേണ്ട ആവശ്യമാണ്. കാരണം ഇങ്ങനെയുള്ള പേഷ്യന്റിന് ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവായിരിക്കും. ഇവർക്ക് നമ്മൾ വ്യക്തി ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരികയും അവർ മറ്റ് രോഗാവസ്ഥയിലേക്ക് മാറുന്നതിന് കാരണമാകുകയും ചെയ്യും. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫീഡ് നല്ലതായിട്ട് മൂടി സൂക്ഷിക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. കാരണം ഈച്ച, മറ്റു പ്രാണികൾ ഈ ഫീഡ് കേടാക്കുകയും അങ്ങനെ അത് രോഗിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഓരോ ഫീഡിന് മുമ്പും അപ്പോൾ തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾ രോഗികൾ കൊടുക്കാവുള്ളൂ. കാരണം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കുന്ന ഭക്ഷണങ്ങൾ കേടുവരാൻ സാധ്യതയുണ്ട്. ഇത് രോഗികൾക്ക് കൊടുക്കുന്നതിലൂടെ അവരുടെ ദഹനത്തെ അത് ബാധിക്കുകയും അവർക്ക് പലവിധ ദഹന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ട്യൂബ് ഫീഡ് കൊടുക്കുന്നതിന് മുമ്പ് രോഗിയെ നമുക്ക് എങ്ങനെ തയ്യാറാക്കണം എന്ന് നമുക്ക് നോക്കാം. കിടക്കുന്ന ഒരു രോഗിയെ പ്രോപ്പർ പൊസിഷൻ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ട്യൂബ് ഫീഡ് കൊടുക്കാവുള്ളൂ. 45 ഡിഗ്രി ആംഗിൾ പൊക്കി നെഞ്ചും തലയും പൊക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ട്യൂബ് ഫീഡ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഹോസ്പിറ്റൽ ബെഡുകളാണ് ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് അവൈലബിൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ ബാക്ക് റെസ്റ്റ് പോലുള്ള സൗകര്യങ്ങൾ കിട്ടുന്നതാണ്. അത് നമ്മൾ ഉപയോഗിക്കാവുന്നതാണ്. കിടത്തി ഒരു കാരണവശാലും രോഗികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കരുത്. കാരണം നമ്മൾ ഈ കൊടുക്കുന്ന ഭക്ഷണം തികട്ടി ശ്വാസനാളത്തിലേക്ക് പോവുകയും അത് ആസ്പിരേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുകയും ആസ്പിരേഷൻ, ന്യൂമോണിയ പോലുള്ള രോഗങ്ങൾ വരികയും ചെയ്യും. ഇത് രോഗിയുടെ മരണത്തിന് വരെ കാരണം ആകുന്നതാണ്. ഫീഡ് കൊടുത്തതിന് ശേഷം അരമണിക്കൂർ പേഷ്യന്റിനെ പ്രോപ്പർ പൊസിഷനിൽ തുടരുന്നതിനെ അനുവദിക്കേണ്ടതാണ്. അടുത്തായി നമ്മൾ നോക്കേണ്ടത് ട്യൂബിന്റെ പൊസിഷനാണ്. ഓരോ ഫീഡിന് മുമ്പും നമ്മൾ ട്യൂബിന്റെ പൊസിഷൻ നോക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് നമ്മൾ ഫീഡിംഗ് സിറിഞ്ചാണ് ഉപയോഗിക്കുന്നത്. ഫീഡിംഗ് സിറിഞ്ച് നമ്മൾ റൈസ് ട്യൂബിന്റെ ഡെക്കൻ തുറന്ന് അതിലേക്ക് ബന്ധിപ്പിച്ച ശേഷം പുറകോട്ട് നമ്മൾ പിസ്റ്റൺ വലിക്കുമ്പോൾ അതിന് ആ ട്യൂബിനകത്തേക്ക് ദഹനരസമോ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥത്തിന്റെ അവശിഷ്ടമോ വരികയാണെങ്കിൽ നമ്മൾ ട്യൂബ് കറക്റ്റ് പൊസിഷൻ, അതായത് ട്യൂബ് സ്റ്റൊമക്കിൽ തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഇതുമല്ലെങ്കിൽ നമ്മൾ സ്റ്റെത്ത് വെച്ച് നമ്മൾ സ്റ്റൊമക്കിന്റെ പൊസിഷൻ നോക്കിയതിന് ശേഷം അവിടെ സ്റ്റെത്ത് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 50 ml സിറിഞ്ചിനകത്ത് എയർ വലിച്ചതിന് ശേഷം നമ്മൾ റൈസ് ട്യൂബിലേക്ക് ബന്ധിപ്പിക്കുക. നമ്മൾ എയർ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോഴത്തേന് വയറ്റിൽ നിന്ന് ഭൂം എന്നൊരു ഒച്ച കേൾക്കുകയാണെങ്കിൽ നമുക്ക് ട്യൂബ് കറക്റ്റ് പൊസിഷനിലാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കും. ശക്തമായ ചുമയുള്ള രോഗികൾ ചുമയ്ക്കുമ്പോൾ ട്യൂബിന്റെ പൊസിഷൻ വയറിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ലങ്സിലോട്ടോ മറ്റോ പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും പിന്നെ രോഗികൾ നമ്മൾ ട്യൂബ് മൂക്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പ്ലാസ്റ്റർ ചിലപ്പം ഇളക്കി മാറ്റാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ട്യൂബിന്റെ പൊസിഷൻ മാറും. ട്യൂബിന്റെ പൊസിഷൻ മാറുമ്പോൾ നമ്മൾ
ഫീഡ് കൊടുക്കുമ്പോൾ അത് ലങ്സിലോട്ടോ മറ്റും പോവുകയും അങ്ങനെ ആസ്പിറേഷൻ വരാൻ സാധ്യതയുമുണ്ട്. ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ ഫീഡിന് മുമ്പും റൈസ് ട്യൂബിന്റെ പൊസിഷൻ കറക്റ്റ് സ്റ്റൊമക്കിൽ തന്നെയാണോ എന്ന് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്യൂബ് ഇട്ട രോഗികൾക്ക് മൗത്ത് കെയർ കൊടുക്കുക എന്നത്. 3 നേരമെങ്കിലും നമ്മൾ മൗത്ത് കെയർ, അതായത് വായിൽ ശുചിത്വം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ടു ഓവർലി ആണ് സാധാരണ രീതിയിൽ ട്യൂബ് ഇട്ട ഒരു പേഷ്യന്റിന് ഭക്ഷണം പോകുന്നത്. അത് 200 അല്ലെങ്കിൽ 250 ml കൂടുതൽ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇവരുടെ ദഹനത്തെ, കൂടുതൽ ഫീഡ് നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ ദഹനത്തെ അത് ബാധിക്കുകയും അവർക്ക് ദഹന സംബന്ധമായ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. അടുത്ത ഞാനിവിടെ സംസാരിക്കുന്നത് ട്യൂബ് ഫീഡിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ്. നമ്മൾ ട്യൂബ് ഫീഡ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ട്രേ സെറ്റ് ചെയ്യണം. അതിനകത്ത് ആ ട്രേക്കകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒരു ഫീഡിങ് സിറിഞ്ച് വേണം, ഫീഡ് വേണം, തിളപ്പിച്ചാറിയ വെള്ളം വേണം, അതുപോലെ തന്നെ അതിൽ ഒരു ടവലും കരുതണം. ഈ ട്രേ നമ്മൾ രോഗിയുടെ ബെഡിന്റെ നമ്മുടെ കൈ അകലത്തിൽ വെക്കണം. അതിനുശേഷം നമ്മൾ ഫീഡിങ് സിറിഞ്ച് റൈസ് ട്യൂബ് മടക്കി പിടിച്ചതിന് ശേഷം നമ്മുടെ ട്യൂബിന്റെ ഡെക്കൻ മാറ്റി ഫീഡിങ് സിറിഞ്ച് ബന്ധിപ്പിക്കുക. അതിലേക്ക് 20 അല്ലെങ്കിൽ 30 ml വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫീഡ് ഒഴിക്കുക. ഫീഡ് തീരുന്നതിന് മുമ്പ് തന്നെ 50 ml വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഫീഡ് ട്യൂബിൽ നിന്ന് ശുചിയായി, അതായത് ക്ലീൻ ആയി പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നല്ല ട്യൂബ് ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമ്മൾ ഡെക്കനിട്ട് നമ്മുടെ ട്യൂബ് ക്ലോസ് ചെയ്യുക. നമ്മൾ ട്യൂബ് ഫീഡിന് മുമ്പ് ട്യൂബ് നമ്മൾ മടക്കി പിടിക്കും, അതായത് ഫോൾഡ് ചെയ്ത് നമ്മൾ പിടിക്കും. എയർ കയറാതിരിക്കാനാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിക്കുന്നത്. ഈ ഫോൾഡ് ചെയ്യുന്നത് നമ്മൾ പല പല ഭാഗങ്ങളിൽ ആയിരിക്കണം മടക്കുന്നത്. ഒരു ഭാഗത്ത് തന്നെ നമ്മളിങ്ങനെ മടക്കി കഴിയുമ്പോൾ ട്യൂബ് ഒടിഞ്ഞു പോകുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പല പല ഭാഗത്ത് മാത്രമേ ട്യൂബും മടക്കി പിടിക്കാവൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.